Here we are discussing the last few questions of our ncert text. We are starting with the 11th question. Okay, what's the question here? Show how to connect three resistors. We have three resistors with us, each of resistance 6 ohm. So each resistance, first resistance, second resistance and the third resistance have value 6 ohm. So that combination has a resistance. Our aim is to connect this resistance seriously or parallelly or combination of all this. First we need to get 9 ohm. Okay. Next, in the second step we need to get 4 ohm. Okay. So in order to get a 9 ohm resistance, 6 ohm resistance ഉണ്ട്. അത് എങ്ങനെ കണക്ട് ചെയ്താലാണ് 9 ohm resistance കിട്ടുക? So the answer is this. Okay, if we are connecting three resistance R1, R2, R3 here in this manner, അല്ലേ? ഇതിന് രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ടും പിന്നെ ഈ റെസിസ്റ്റൻസ് ഇതിനോട് സീരീസ് ആയിട്ടും. So how to find out the net resistance in the circuit? ഈ രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട്. So in order to get the net resistance 1/6 plus 1/6. So the altogether we will get 3. അതായത് ഈ രണ്ട് റെസിസ്റ്റൻസിന് പകരം 3 ohm റെസിസ്റ്റൻസ് വെച്ചാൽ മതി, അല്ലേ? സോ ഈ 3 ohmഉം ഈ R1ഉം കൂടി എന്തായി? സീരീസ് ആയി. സോ the series connection, the net resistance is 6 plus 3 in order to get 9 ohm. Okay, so ഇങ്ങനെ കണക്ട് ചെയ്താൽ, ഇങ്ങനെ മൂന്ന് റെസിസ്റ്റൻസ് കണക്ട് ചെയ്താൽ നെറ്റ് റെസിസ്റ്റൻസ് എന്ത് കിട്ടും? 9 ohm കിട്ടും. Okay, the actual method is we have to try all the possible connections. Okay, പല രീതിയിൽ കണക്ട് ചെയ്ത് നോക്കുക, 9 ohm എങ്ങനെ കിട്ടും നോക്കുക. Then next is 4 ohm. How to get 4 ohm? So if you are connecting this three resistance like this, we will get 4 ohm. I think it's next question is our 12th question. Several bulbs designed on 220 volt line rated 10 ohm. So from the first sentence itself they given voltage and power. Voltage is 220, power is 10. അല്ലേ? അപ്പോൾ കുറച്ച് ബൾബ് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് ഒരു ബൾബിൻ്റെ വോൾട്ടേജും പവറും തന്നിട്ടുണ്ട്. ഓരോ ബൾബും കുറച്ച് ബൾബുകൾ ഇങ്ങനെ അവർ അടുത്ത സെൻറ്റൻസിൽ പറഞ്ഞിട്ട് പാരലായിട്ട് കണക്ട്. ഇപ്പോൾ കുറച്ച് ബൾബുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. എത്ര ബൾബാന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒരു ബൾബിൻ്റെ വോൾട്ടേജും പവറും തന്നിട്ടുണ്ട്. വോൾട്ടേജ് 220 ആണ്, പവർ 10 വോൾട്ടാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ബൾബിൻ്റെ. അങ്ങനെയാണെങ്കിൽ ഒരു ബൾബിൻ്റെ റെസിസ്റ്റൻസ് കണ്ടുകൂടെ? റെസിസ്റ്റൻസ് is equal to V square by P. So V is 220, P is 10. We will get resistance of each bulb as 4840. അപ്പോൾ അങ്ങനെ ഒരു ബൾബിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4840 ആണ്. അങ്ങനെ കുറച്ച് ബൾബുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. എത്ര ബൾബുകൾ കണക്ട് ചെയ്താലാണ് മൊത്തം സർക്യൂട്ടിൽ വോൾട്ടേജ് 220 കറൻറ്റ് 5 ആംപിയറും കിട്ടും? സോ ടോട്ടൽ റെസിസ്റ്റൻസ് കാണാനാണ് ഈ 220 വോൾട്ടും 5 ആംപിയറും തന്നിരിക്കുന്നത് മൊത്തം സർക്യൂട്ടിൻ്റെ. ഇത് ആദ്യത്തെ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ബൾബ്. ഇനി മൊത്തം റെസിസ്റ്റൻസ് കാണും. So for that we are using the Ohm's law, which is V by I, 220 by 5, resistance 44 ohm. അതായത് കുറച്ച് ബൾബുകൾ 4440 ഓം ഉള്ള കുറച്ച് ബൾബുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. മൊത്തം റെസിസ്റ്റൻസ് അവരിങ്ങനെ കണക്ട് ചെയ്ത പാരലായിട്ട് കണക്ട് ചെയ്തപ്പോൾ അവർ റെസിസ്റ്റൻസ് കിട്ടി എത്ര? 44 ohm കിട്ടി. ഓക്കെ, അപ്പം എത്ര എണ്ണം ഇങ്ങനെ കണക്ട് ചെയ്താലാണ് 44 ohm കിട്ടുക? സോ വി ആർ കണക്ട്. ഇപ്പം 4840 ohm ഉള്ള കുറേ ബൾബുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ബൾബിനും എന്തുണ്ട്? റെസിസ്റ്റൻസ് ഉണ്ട്. എവിടെ കറണ്ട് ഉണ്ടോ അവിടെ റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ കുറേ ബൾബുകൾ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം സർക്യൂട്ടിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ്, ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 44 ആണ്. അപ്പോൾ എത്ര എണ്ണം കണക്ട് ചെയ്താലാണ് ഇങ്ങനെ സംഭവിക്കുക? So we are we just did
the similar problem 1 by r is equal to 1 by r1 plus 1 by r2 up to n അല്ലേ n എണ്ണം കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ മൊത്തം റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതായത് നെറ്റ് ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 44ഉം വാല്യൂ ഓഫ് ഈച്ച് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 4840. അതായത് R1 R2 R3 R4ന്റെ വാല്യൂ ആണ് 4840. സോ 1 by R1 plus 1 by R2 plus up to n. അപ്പോൾ R1 R2 എത്രയാണെന്ന് പറയുന്നുണ്ട്, ഓരോ റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ 4840. സോ 1 by 44 നെറ്റ് റെസിസ്റ്റൻസ് 44ഉം റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് ബൾബ് 4840. സോ വി ജസ്റ്റ് പ്രൊസീഡ് ലൈക്ക് ദ സിമിലർ പ്രീവിയസ് എക്സാമ്പിൾ 1 by r is equal to ഇവിടെ 1 by r1 r2 ഒക്കെ ഒന്ന് തന്നെയല്ലേ, r1 which is equal to r2 which is 4840. സോ n will be equal to 110. അതായത് 110 ബൾബുകൾ പാരലായിട്ട് എത്ര റെസിസ്റ്റൻസ് ഉള്ള 4840 ഓം റെസിസ്റ്റൻസ് ഉള്ള 110 ബൾബുകളെ പാരലായിട്ട് കണക്ട് ചെയ്താൽ നെറ്റ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്, ടോട്ടൽ റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട് വിൽ ബി 44. Okay. Now we are going to discuss the 13th and 14th question. Okay. 13th question is like this. Hot plate of oven connected to 220 volt line has two resistance coil. ഒരു ഓവന് 2 റെസിസ്റ്റൻസ് കോയിൽ ഉണ്ട്. അപ്പോൾ 2 റെസിസ്റ്റൻസ് എ ആൻഡ് ബി ഓഫ് 24 ഈച്ച്. അപ്പോൾ 2 റെസിസ്റ്റൻസ് ഉണ്ട് എ ആൻഡ് ബി. എയുടെയും ബിയുടെയും വാല്യൂ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ 24 ആണ്. സോ വി വോണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. 3 തരത്തിൽ കറണ്ട് കാണണം. ആ 2 കോയില് ആദ്യം സെപ്പറേറ്റ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ കറണ്ട് കാണണം. ആ 2 റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ കറണ്ട് കാണണം. ആ 2 റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തെ കറണ്ട് കാണണം. സെപ്പറേറ്റ് ആയിട്ടുള്ള കോയിൽ എന്ന് പറയുന്ന റെസിസ്റ്റൻസ് 2 റെസിസ്റ്റൻസിൻ്റെയും വാല്യൂ 24 ആണ്. അപ്പോൾ ഒരു റെസിസ്റ്റൻസ് ഏതെങ്കിലും ഇങ്ങനെയാണ് ചോദിച്ചാൽ വിച്ച് മേ യൂസ് സെപ്പറേറ്റ്ലി. വി ആർ യൂസിങ് ഐദർ എ ഓർ ബി കോയിൽ സെപ്പറേറ്റ്ലി. അപ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 ആണ്. കറണ്ട് ഇസ് ഈക്വൽ ടു വി ബൈ ആർ അല്ലെങ്കിൽ വി ബൈ R2. സോ വി എന്ന് പറയുന്നത് 220. ദ ഗിവൺ വി എസ് 220 ഡിവൈഡഡ് ബൈ 24. ഇനി 2 കോയിലും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നെറ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24 + 24. സോ കറണ്ട് ഇസ് ഈക്വൽ ടു വി ബൈ ആർ 220/48. ഇനി 2 കോയിലും പാരലായിട്ട് കണക്ട് ചെയ്യാന്ന് പറയുമ്പോൾ the net resistance is equal to 1 by r is equal to 1 by r1 plus 1 by r2. So r will be equal to 12 ohm and the current will be 220/r. Okay, 3 കേസിലും വോൾട്ടേജ് 220 തന്നെ, പക്ഷെ റെസിസ്റ്റൻസ് കണ്ടീഷൻ വെച്ചിട്ട് ചേഞ്ച് ചെയ്യും. ആദ്യത്തെ കേസിൽ ആകെ ഒരു റെസിസ്റ്റൻസേ കണക്ട് ചെയ്യുള്ളൂ, ഒന്നല്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. രണ്ടാമത്തെ കേസിൽ 2 റെസിസ്റ്റൻസും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. മൂന്നാമത്തെ കേസിൽ 2 റെസിസ്റ്റൻസും പാരലായിട്ട് കണക്ട് ചെയ്യും. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് കമ്പയർ പവർ ഇൻ 2 ohm റെസിസ്റ്റർ. അപ്പോൾ 2 ohm റെസിസ്റ്റൻസ് ഉള്ള പവർ കണ്ടെത്തണം. A 6 volt battery is connecting with 1 ohm and 2 ohm resistance. അപ്പോൾ ആദ്യം എന്തുണ്ട്, ഒരു സർക്യൂട്ട് ആദ്യം എങ്ങനെയാണ് സർക്യൂട്ട് നോക്കണം. സർക്യൂട്ട് എന്ന് പറയുന്നത് 1 ohm 2 ohm റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തേക്കും. സോ ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. 1 ohm 2 ohm റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു ടു എ 6 volt ബാറ്ററി. 6 volt ബാറ്ററിയിലേക്ക് അല്ലേ. ഇവിടെ എന്ന് വെച്ചാൽ ഇത് രണ്ടും സീരീസ് കണക്ഷനാണ്. സോ സെയിം കറണ്ട് ഇസ് പാസിങ് ത്രൂ ദ സർക്യൂട്ട്. അപ്പം നമ്മൾ ചെയ്യുക, ഫസ്റ്റ് ആ കറണ്ട് കണ്ടുപിടിക്കും. കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ resistance in the circuit. Resistance is equal to R1 plus R2. 1 plus 2 is equal to 3. Current is equal to V by R. Voltage is given 6 volt. Voltage is 6 ആണ് പറഞ്ഞിട്ടുണ്ട്. Resistance we got 3. So current is 2. So power here in this equation, since that both resistance are connected seriously, we are using the power equation I square R. Very important. Okay, 2 resistance series ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അവ തമ്മിലുള്ള പവർ we are calculating. First we need to find out I
then I square R. So I square R is I is 2 and R is 3. So we can directly find out what power. Ini രണ്ടാമത്തെ what's the second question given in the 4-volt battery is connected with the 2 resistance connected parallel. So 2 resistance, ആദ്യത്തെ resistance 1 ohm, second resistance 12 ohm. So both the resistance are connected parallelly to a 4-volt battery. So the situation will be like this. രണ്ട് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ട് എന്നിട്ട് അത് തമ്മിൽ എവിടേക്ക് ഒരു ബാറ്ററിക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ ദ സിറ്റുവേഷൻ വിൽ ബി ലൈക്ക് ദിസ്. ഇങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഡിഫറെൻറ്റ് കറൻറ്റ്സ് ആർ ഫ്ലോയിങ് ത്രൂ. പാരലൽ കണക്ഷനാണ്. 1 ohm കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് അല്ല 2 ohm കൂടെ പാസ് ചെയ്യാം. ഓക്കെ, സോ കറണ്ട് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. വി ക്യാൻ ഡയറക്ട്ലി ഫൈൻഡ് ഔട്ട് പവർ. പവർ ഇസ് ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ. അപ്പോൾ ഏത് റെസിസ്റ്റൻസിൽ കൂടെയുള്ള പവറാണ് കണ്ടുപിടിക്കേണ്ടത്? 2 ohm റെസിസ്റ്റൻസിൽ കൂടെയുള്ള പവർ. ഓക്കെ, സോ ആർ ഇസ് 2 ആൻഡ് വി ഇസ് വാട്ട് 4. വോൾട്ടേജ് വന്നിട്ട് 4 ആണ്. സോ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ power we can use I square R this equation. രണ്ട് റെസിസ്റ്റൻസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ the power we can find out directly. No need of finding the current. Okay, so which is V square by R. Thank you. Now we are going to discuss 15th, 16th and 17th question. 15th question എന്ന് പറയുന്നത് രണ്ട് ലാമ്പ്. ഓക്കെ, രണ്ട് ലാമ്പ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്തേക്കും. 2 lamps, one rated 100 volt, 220 volt. അപ്പോൾ ആദ്യത്തെ ബൾബിൻ്റെ പവറും വോൾട്ടേജും തന്നിട്ടുണ്ട് 220 വോൾട്ടും 100 വാട്ടുമാണ്. രണ്ടാമത്തെ ബൾബിൻ്റെ പവറും വോൾട്ടേജും തന്നിട്ടുണ്ട് 60 വാട്ടും 220 വോൾട്ടുമാണ്. Then they asked us to find out the current in the circuit, total current in the circuit. രണ്ട് ബൾബ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഉള്ള കറണ്ട് കാണും. ഓക്കെ, സോ ഫസ്റ്റ് ബൾബിൻ്റെ പവറും വോൾട്ടേജും തന്നിട്ടുണ്ട്. സോ വി ക്യാൻ ഫൈൻഡ് ഔട്ട് ദ റെസിസ്റ്റൻസ് ഓഫ് ഫസ്റ്റ് ബൾബ്. Resistance means V square by P. So the resistance will be 484. Likewise, we can find out the resistance of second bulb. Resistance is equal to V square by P. V is 220. Power they given 60. So we will get R2 as 2840. ഇനി ടോട്ടൽ റെസിസ്റ്റൻസ് എങ്ങനെ കാണും? രണ്ട് ബൾബും പാരലായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. സോ 1/R is equal to 1/R1 plus 1/R2. Remember, here it is a fraction. So 1/R എടുക്കുമ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽ 2840/3 റെസിപ്രോക്കൽ 3/2840. So R we will get like this 2420/8. അവർ ചോദിച്ചിരിക്കുന്നത് കറണ്ടാണ്. കറണ്ടിന് റെസിസ്റ്റൻസ് ഉണ്ട്, വോൾട്ടേജ് ഉണ്ടെങ്കിലും കറണ്ട് ഇസ് ഈക്വൽ ടു V/R. So we will get 0.73 ampere. Okay, now the second 16th question, which uses more energy? ഏത് അപ്ലയൻസ് ആണ് മോർ എനർജി കൺസ്യൂം ചെയ്യും? ഒരു ടി വി സെറ്റും തന്നിട്ടുണ്ട്, ഒരു ടോസ്റ്ററും തന്നിട്ടുണ്ട്. ടി വി സെറ്റ് ഇസ് യൂസിങ് 1 hour. ഓക്കെ, അതിൻ്റെ എനർജി എന്ന് പറയുന്നത് 250 വാട്ടാണ്. അതായത് പവർ തന്നിട്ടുണ്ട്. ടി വി സെറ്റിൻ്റെ പവർ എന്ന് പറയുന്നത് 250 ആണ്. ടൈം എന്ന് പറയുന്നത് 1 hour ആണ്. അതുപോലെ ടോസ്റ്ററിൻ്റെ പവർ എന്ന് പറയുന്നത് 1200 വാട്ടാണ്. ടൈം എന്ന് പറയുന്നത് 10 minutes ആണ്. സോ ദ ജനറൽ ഇക്വേഷൻ ഫോർ ഫൈൻഡിങ് ഔട്ട് ദ എനർജി ഈസ് പവർ ഇൻടു ടൈം. ഓക്കെ, സോ ഫോർ ടി വി സെറ്റ് പവർ എനർജി വിൽ ബി 250 into 1. സോ 250 watt hour. ഇനി ടോസ്റ്ററിൻ്റെ പവർ 1200 വാട്ട് എന്ന് പറഞ്ഞിട്ട് ടൈം എന്ന് പറയുന്നത് മിനിറ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. So we will have to convert to hour by dividing to second. So here for the toaster energy will be 1200 into 10/60. The equation is power into time. So we have to multiply power with time. Okay, so energy will be 200 watt. ഏതാണ് കൂടുതൽ കൺസ്യൂം ചെയ്യുന്നത്? 250 ടി വി സെറ്റാണ് കൂടുതൽ എനർജി കൺസ്യൂം ചെയ്യുന്നത്. ഓക്കെ, സോ കമ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്.
The last question is 17th question. Electric heater of resistance 8 ohm draws 15 ohm. So they are given current and resistance of an electric heater. They asked us to find out the rate of heat. But rate of heat എന്ന് പറയുന്നത് heat by time ആണ്. അപ്പോൾ നമുക്ക് ഹീറ്റിൻ്റെ ഇക്വേഷൻ അറിയാൻ എന്താണ് I square RT ആണ്. So total heat by time എന്നാണ് പവറിൻ്റെ ഇക്വേഷൻ. So I square RT by T. It will be I square RT. I മാറും തന്നിട്ടുണ്ട്. If you are substituting these two values, we will get the power as 1200 joule per second. Okay.